ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിന്റെ 46ാമത്തെ ദിവസമാണിന്ന്. 38/2024 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അസിസ്റ്റന്റ് മാനേജറുടേതായിരുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. 20 മാത്സ്, 20 ഇംഗ്ലീഷ്, അതേപോലെ തന്നെ 10 മലയാളം. അതാണ് നമ്മുടെ ഇന്നത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം തന്നെ മാത്സ് ആയിരുന്നു, പക്ഷെ ഞാനത് മാത്സ് മാറ്റി 71 മുതലാണ് ക്വസ്റ്റ്യൻ. മാത്സ് നമുക്ക് അവസാനം ചെയ്യാം. ആദ്യം തന്നെ മാത്സ് കാണുമ്പോൾ മടുപ്പ് തോന്നുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇംഗ്ലീഷിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്കിലി? ക്വിക്കിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ് അല്ലെ, ഒരു ആഡ്വർബ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഈ എൽബൈലൊക്കെ അവസാനിക്കുന്ന മിക്കപ്പോഴും എന്തായിരിക്കും, ആഡ്വർബ് ആയിരിക്കും. ഒരു വെർബ് അല്ലെ, ക്വിക്ക് അല്ലെ, വേഗത്തിൽ. നമ്മൾ എന്താ ക്വിക്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേഗത്തിൽ ഓടാനൊക്കെ നമ്മൾ പറയത്തില്ല, അതേപോലെ തന്നെയാണ്. അപ്പൊ ക്വിക്ലി എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ആഡ്വർബ് ആണ്. പിന്നെ അതേപോലെ എൽബൈൽ അവസാനിക്കുന്ന കുറച്ച് എന്താണ്, നമ്മുടെ അഡ്ജക്റ്റീവ്സും വരുന്നുണ്ട്. എന്തൊക്കെയാണ്, സിസ്റ്റർലി, പ്രിൻസ്ലി എന്നൊക്കെ പറയുക. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം അതൊരു നൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ എന്താണ്, വേഗത്തിൽ ഓടുക, വേഗത്തിൽ നടക്കുക എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആയതുകൊണ്ട് തന്നെ കൂടുതലും എൽവൈൽ അവസാനിക്കുന്നത് ആഡ്വർബ്സ് ആയിരിക്കും അല്ലെ, ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ആഡ്വർബ് ആണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. ഇത് ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടത് തെറ്റാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് നെസസറിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. എന്താണ് നെസസറിയുടെ സ്പെല്ലിംഗ്? NECE, കണ്ട, SSARY. ഇതാണ് നെസസറിയുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, NECC ഉണ്ട്, ഒരു സി മതി. NECESSARY, 2 S ആണുള്ളത്, അത് ഓർക്കണം. ഉണ്ട്, ഇവിടെ 2 C ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് തെറ്റ്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് നമുക്ക് എന്ത് വരേണ്ടത്, തെറ്റായിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് പഠിക്കാം കുറച്ച്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് വാക്വം. എന്താണ്? VACUUM, എന്താണ്, വാക്വം ആണ് അല്ലെ. അതേപോലെ തന്നെ മില്ലേനിയം, എന്താണ് സ്പെല്ലിങ്? MILLENNIUM, മില്ലേനിയം. ഇതാണ് മില്ലേനിയത്തിന്റെ സ്പെല്ലിങ്, MILLENNIUM, മില്ലേനിയം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഹി ഈസ് അലർജിക് ടു കാറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്. ഇവിടെ നമുക്ക് തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇൻസിസ്റ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് വരേണ്ടത്? ഇൻസിസ്റ്റഡ് എന്ന വാക്കിനെ തുടർന്ന് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻസിസ്റ്റഡ് ഓൺ ആണ് വരേണ്ടത്. നമ്മൾ പ്രിഫർ ടു എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഇൻസിസ്റ്റഡ് ഓൺ ആണ്. അതേപോലെ തന്നെ അബ്സ്റ്റെയിൻ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? കണ്ടോ, ഇവിടെ ഫോണ്ട് ഓഫ് ആണ് വരേണ്ടത്. അബ്സ്റ്റെയിൻ്റെ ഒപ്പം എന്താണ്? അബ്സ്റ്റെയിൻ ഫ്രം ആണ് യൂസ് ചെയ്യേണ്ടത്. അബ്സ്റ്റെയിൻ കഴിയുമ്പോൾ ഫ്രം വേണം. ഓക്കെ, അതേപോലെ അക്യൂസ്, ACCUSE, അക്യൂസ് ഓഫ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ബിലീവ്, BELIEVE, ബിലീവിന്റെ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കണേ. ബിലീവ് ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സക്സീഡിന് ശേഷവും എന്താണ്? ഇന്നാണ്. ഇൻസിസ്റ്റഡ് എന്താണ് വരേണ്ടത്? ഇന്നല്ല വരേണ്ടത്, ഇൻസിസ്റ്റഡ് ഓൺ ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻസിസ്റ്റഡ് ഓൺ, അബ്സ്റ്റെയിൻ ഫ്രം, അക്യൂസ് ഓഫ്, ബിലീവ് ഇൻ, സക്സീഡ് ഇൻ ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയതാണ് നമുക്ക് വേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 4 or 5 ക്വസ്റ്റ്യൻസ് എങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ആണ് വേണ്ടത്. കറക്റ്റ്, നമുക്കറിയാം ഈച്ച് ഓഫ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ്? ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ എമംഗ്, 1.5, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം എന്താണ്? പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ എന്ത് വരണം? സിംഗുലർ വെർബ് വരണം. പ്ലൂറൽ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ്. ഇവിടെ നോക്കിക്കേ, ഇതല്ല. ഇവിടെ എന്താണ്? ഇതുമല്ല. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് നമുക്ക് വരാൻ? അപ്പൊ എന്താണ്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ
their own laptop. ഇവിടെ നോക്കിക്കേ ഈച്ച് ഓഫ് ദ കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റുഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ സിംഗുലർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് their own laptop. അവിടെ എന്താണ് ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ വന്നു, എന്ത് വന്നു സിംഗുലർ വെർബ് വന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, എയ്ച്ച്, വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ എമങ്, വൺ ആൻഡ് ഹാഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അവയുടെ ഒപ്പം എന്താണ് പ്ലൂറൽ നൗണും എന്ത് വേണം സിംഗുലർ വെർബും വേണം. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് പാസീവ് വോയിസ് ആണ്. ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. എന്താണ് നോക്കിക്കേ, ഐ ആം, ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ പറയില്ല അല്ലെ, ഐ ആയിരിക്കും ക്യാപിറ്റൽ ലെറ്ററിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്, ഇതിവിടെ ഐ ക്യാപിറ്റലാണ്, ഇവിടെയും ഐ ക്യാപിറ്റലാണ്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഐ കഴിഞ്ഞ് ഓൾറെഡി കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഐ ആം, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐ ആം ഗോയിങ് ടു ദ മാൾ. അത്രയും മതി എവിടെ ആൻസർ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് വേർഡ്. ആന്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചൂസ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ഫ്രേസൽ വെർബ്. ഗിവിൻ, ഗിവിന്റെ ഫ്രേസൽ വെർബ് ഇവിടെയും എന്ത് ചെയ്തു? ഈ ക്വസ്റ്റിനും എന്ത് ചെയ്തു? ക്യാൻസൽഡ് ആണ്. അപ്പൊ തന്നെ 4 ക്വസ്റ്റ്യൻ ആയില്ലേ? 4 ക്വസ്റ്റ്യൻ ആണ് തോന്നി ഇതിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4, അത് തന്നെ 4 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ക്യാൻസൽ ചെയ്തത്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. ജെറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? വെർബിന്റെ ING ഫോം ആണ് അല്ലെ. ജെറണ്ടിൽ നമുക്ക് എപ്പോഴും വെർബിന്റെ ING. അപ്പൊ ഇവിടെ എന്താണ്? സ്വിമ്മിങ് ING ഫോം ഒറ്റൊരെണ്ണേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻസ്, ആ ഒരു ഫോം ആണ് വരേണ്ടത്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്? ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് ഏതാണ്? വെർബോസിറ്റി ആണ്. വെർബോസിറ്റി. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർബോസിറ്റി ആണ്. എന്താണ് എലക്വൻസ് എന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ എന്താണ്? ദ ക്വാളിറ്റി ഓഫ് ഡെലിവറിങ് എ ക്ലിയർ സ്ട്രോങ് മെസ്സേജ്, അതിനെയാണ് നമ്മൾ എലക്വൻസ് എന്ന് പറയുന്നത്. എന്താണ്? ദ ക്വാളിറ്റി ഓഫ് ഡെലിവറിങ് എ ക്ലിയർ സ്ട്രോങ് മെസ്സേജ്, അതിനെയാണ് എലക്വൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലാക്കണിസം? ലാക്കണിസം എന്ന് പറയുന്നത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ലാക്കണിസം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ലാക്കണിസം, അല്ലെങ്കിൽ എന്താണ്? റൈറ്റിംഗ് ആണ്. ആ ഒരു സ്റ്റൈൽ, ശരിക്കും സ്റ്റൈൽ ഓഫ് സ്പീക്കിങ്ങിനെയാണ് നമ്മൾ ലാക്കണിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്ന എന്താണ്? ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്, ഷീ സെഡ്. എനിക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല, അവൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് വരേണ്ടത്? അതിന് നമ്മൾ മാറ്റുമ്പോഴേക്കും എങ്ങനെ വരണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫോർമാറ്റിനെ തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇവിടെ എന്താണ്? റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്താ? റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുമ്പോൾ എന്താ? ഷീ സെഡ്, സെഡ് അവൾ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ അതേപോലെ തന്നെ ഇവിടെ വോണ്ട് ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ വോണ്ടിന് നമ്മൾ വോണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? വോണ്ട്. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ട്, അതിനെയാണ് നമ്മൾ വോണ്ട് എന്ന് പറയുന്നത്. വിൽ നോട്ടിനെയാണ് വോണ്ട്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? വുഡിൻ്റെ ആക്കി മാറ്റണം. വുഡിൻ്റെ. ഓക്കെ, പിന്നെ ഐ എന്നുള്ളത് എന്താക്കി മാറ്റണം? ഐ ചേഞ്ച് ചെയ്ത് ഷീ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വുഡിൻ്റെ വരുന്നത് ഏതുണ്ട്? ഒരൊറ്റ എണ്ണേ ഉള്ളൂ അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഷീ സെഡ് ഷീ വുഡിൻ്റെ. വോണ്ട് വുഡിൻ്റെ ആക്കി മാറ്റി, ഐ എന്നുള്ളത് ഷീ ആക്കി മാറ്റി. വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിയൻ ജെൻഡർ. ദ ടൈഗ്രസ്, ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ്. ഇവിടെ എന്താ? ടൈഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഫെമിനിയൻ ആണ് അല്ലെ. ടൈഗർ, ടൈഗ്രസ്, നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? ഹിസ് അല്ല വരേണ്ടത്, അവിടെ വരേണ്ടിയിരുന്നത് ഹെർ ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അതിന്റെ കറക്റ്റ് ഫോം എന്താണ്? ദ ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹെർ ആണ്, ഹെർ സ്ട്രൈപ്സ് ആണ് വരേണ്ടത്. ദ വിക്സൺ ഈസ് നോൺ ഫോർ ഹിസ് കണ്ണിങ് ട്രിക്സ്. ഇവിടെ വിക്സൺ, വിക്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫീമെയിൽ ഫോക്സിനെയാണ്. ഫോക്സ്, വിക്സൺ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫോക്സ്, വിക്സൺ, ടൈഗർ, ടൈഗ്രസ് അല്ലെ.
അപ്പൊ ഇതെന്താണ്? വിക്സൺ എന്ന് പറയുന്നത് ഫെമിനിയൻ ആണ് അല്ലെ, ഫീമെയിൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഹിസ് അല്ല, അവിടെയും വരേണ്ടത് എന്താണ്? ഹെർ ആണ് വരേണ്ടത്. ദ വിക്സൺ ഈസ് നോൺ ഫോർ ഹെർ കണ്ണിങ് ട്രിക്സ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് ആണ് വരേണ്ടത്. ഓക്കെ, അതവിടെ ശരിയാണ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ, സ്റ്റാലിയൻ എന്ന് പറയുന്നത് ശരിക്കും അത് മസ്കുലിൻ, അതായത് ഹോഴ്സ്, മെയിൽ ഹോഴ്സിനെയാണ് സ്റ്റാലിയൻ എന്ന് പറയുന്നത്. മെയിൽ ഹോഴ്സ് ആണ് എന്ത്? സ്റ്റാലിയൻ. അപ്പൊ എന്താണ്? ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇത് ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. ദ ലയൺ ഈസ് നോൺ ഫോർ ഹെർ ഹണ്ടിങ് സ്കില്ല്. ലയൺ എന്താണ്? ലയണസ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ലയൺ ഈസ് നോൺ ഫോർ ഹിസ് ആണ് അല്ലെ. ഇവിടെ ഹെർ എന്നാ പറഞ്ഞിരിക്കുന്ന, ഹിസ് ഹണ്ടിങ് സ്കിൽസ് ആണ് വരേണ്ടത്. ഓക്കെ, അവിടെയും എന്താണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടത്? അത് മസ്കുലിനാണ്. അപ്പൊ അവിടെ എന്ത് വേണം? ഹിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽഡ് ആണ്. വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി? കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പോഴേക്കും നമുക്കറിയാം എന്താണ്? ഫാസ്റ്റർ അല്ലെ, ആ ഒരു ഫോം ആണ് വരേണ്ടത്. പിന്നെ എന്താണ്? ഫാസ്റ്റർ കഴിഞ്ഞിട്ട് ദാനും വരണം. അപ്പൊ ഇവിടെ എന്താണ്? ഫാസ്റ്റ് ദാൻ അല്ല, ഫാസ്റ്റ്ലി ദാനും അല്ല. ഇനി എന്താണ്? മോർ ഫാസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വന്നിരിക്കുന്നത്? ഫാസ്റ്റർ ദാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത്? അല്ലെ, കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പോൾ മോർ ഓൾറെഡി രണ്ടും കമ്പാരറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വേണം നമുക്ക്? ഫാസ്റ്റർ ദാൻ. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. What does the idiom to spill the beans? To spill the beans എന്ന് പറയുമ്പോൾ എന്താണ്? To reveal a secret. സീക്രട്ട് പുറത്താക്കുക, രഹസ്യം പുറത്ത് അറിയിക്കുക. അതിനെയാണ് to spill the beans എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. To spill the beans എന്ന് പറയുമ്പോൾ എന്താണ്? രഹസ്യം പുറത്താക്കുക. ടു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ്, മീനിനെ എടുത്ത് പുറത്ത് കരക്കിടുക. മീനിനെ കരക്കിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഓ അവൻ എന്താ മീനിനെ കരക്കിട്ട അവസ്ഥയിലായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? അവന്റെ ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് അവൻ എന്താണ് ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നതിനെയാണ് ടു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. നമ്മൾ എന്താ അവനെ കരക്കിട്ട മീൻ പോലെ ആയിപ്പോയി, അവൻ ആൾക്കൂട്ടത്തിൽ ചെന്നപ്പോൾ കരക്കിട്ട മീൻ പോലെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നത് എന്താണ്? അവന്റെ ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് അവനെ മാറി അവൻ എന്താണ് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്നതിനെയാണ് ആ ഒരു മീനിങ്ങിൽ പറയുന്നത്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബ്. ഏതാണ് പ്രോപ്പർ യൂസ് ഓഫ് വെർബ് വരേണ്ടത്? ദ ചൈൽഡ് ഫോളൻ അസ്ലീപ്, ദ ചൈൽഡ് ഫെൽ അസ്ലീപ്, ദ ചൈൽഡ് ഫോളിങ് അസ്ലീപ്, ദ ചൈൽഡ് ഫോൾഡ് അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവിങ് ആണ്. അപ്പൊ ഡ്യൂറിംഗ് ദ മൂവി എന്ന് പറയുമ്പോൾ സിനിമയുടെ ഇടയ്ക്ക് എന്താണ്? കുട്ടി ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. അവിടെ നമുക്ക് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ദ ചൈൽഡ് ഫെൽ അസ്ലീപ്. എന്താണ്? ആ കുട്ടി സിനിമയിലൂടെ ഉറങ്ങിപ്പോയി. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി എന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. റെബേക്ക റെയർലി ഈറ്റ് സ്വീറ്റ്സ്. റെയർലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്? നെഗറ്റീവ് വേർഡ് ആണ്. റെയർലി നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ടാഗ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി എല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഡസ് ഷീ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വാട്ട് ടൈം ഡിസ്ക്രൈബിംഗ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഗ്രൂപ്പ്? അതിനെ പറയുന്നത് ജീനോസൈഡ് എന്നാണ്. ജീനോസൈഡ്. എന്താണ് സെനോഫോബിയ എന്ന് പറഞ്ഞാൽ? സെനോഫോബിയ മീൻസ് ഫിയർ ആണ്. ഫിയർ ഓഫ് എന്തിനുള്ള പേടി? ഫിയർ ഓഫ് ഫോറിനേഴ്സിനോടുള്ള പേടിയാണ് സെനോഫോബിയ എന്ന് പറയുന്നത്. ഫോറിനേഴ്സ്. ഓക്കെ, എന്താണ് മിസോഗണി എന്ന് പറഞ്ഞാൽ? ഹേർട്ടഡ് ഓഫ് വുമൺ, പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തവരെ. ഹേറ്റഡ് ഓഫ് വുമൺ, പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തവരെയാണ് പറയുന്നത്. എന്താണ് എത്നിസിറ്റി എന്ന് പറയുന്നത്? അപ്പൊ എത്നിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ശരിക്കും അത് വംശീയത എന്നൊക്കെയുള്ള ഒരു മീനിങ് വരും എത്നിസിറ്റി കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുന്നത്? ഈ ഭാഷയും മതവും ആചാരങ്ങളൊക്കെ ആ ഒരു കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എത്നിസിറ്റി എന്ന് പറയുന്നത്. ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഗിവൺ ബിലോ. മെറ്റിക്കുലസ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അതിന്റെ സിനോണിം ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കെയർഫുൾ ആണ് കേട്ടോ വരേണ്ടത്. മെറ്റിക്കുലസ് എന്ന് പറയുമ്പോൾ എന്താണ്? കെയർഫുൾ ആണ്. ഓക്കെ, മലയാളമാണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വിദ്യുത് ശക്തി നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാണ് വിദ്യുത് ശക്തി? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിദ്യുത് ശക്തി.
ശരിയായ വാക്യം 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നാണ് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ. എനിക്ക് തലവേദനയുണ്ട്, ഹെഡേക്ക് ആണ് പറയുന്നത് അല്ലെ. തലവേദന എന്ന് പറയുമ്പോൾ അതൊരു അസുഖമാണ്. ഐ ആം സഫറിങ് ഫ്രം ആണ്ട്ടാ വരേണ്ടത്. നമ്മുടെ ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് ആണ്. ഓക്കെ, സഫറിങ് ഫ്രം ആണ്, ബൈ അല്ല, സഫറിങ് ഫ്രം ഒരു അസുഖമാണ്. അവിടെ എന്താണ് സഫറിങ് ഫ്രം ഹെഡേക്ക് എന്നുള്ള രീതിയിലാണ് ആൻസർ വരേണ്ടത്. എപ്പോഴും സാധാരണ ഇത് കറക്റ്റ് ഇംഗ്ലീഷിലാണ് ഇത് ചോദിക്കാറുള്ളത്. അതായത് സഫറിങ് കഴിയുമ്പോഴേക്കും അങ്ങനത്തെ ഒരു ഇൽനെസ് അല്ലേ പറയുന്നത്, ഒരു പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ ഫോളോയിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ആണ്. അറിയാനുള്ള ആഗ്രഹം. എന്താണ് അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്? ജിജ്ഞാസ. നമ്മൾ ഒത്തിരി തവണ ഇത് പഠിക്കുന്നുണ്ട്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അല്ലെ. പറയാനുള്ള ആഗ്രഹം എന്താണ്? വിവക്ഷ. ഇനി ഇന്ദ്രിയങ്ങളിൽ നേടുന്ന അറിവിനെയാണ് നമ്മൾ ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പഠിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപ്പടിഷ അല്ലെ. കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപ്പാസ. വ്യാകരണം അറിയുന്നവൻ ആരാണ്? വൈയാകരണൻ അല്ലെ. ഹിതം ആഗ്രഹിക്കുന്നവൻ ആരാണ്? ഹിതേച്ചു. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇത് ഈ ഒറ്റപ്പദം ഒത്തിരി ഉണ്ട്. ഒറ്റപ്പദം നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒത്തിരി നമ്മളത് പറയുന്നുണ്ട് ക്ലാസ്സുകളിൽ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് ഡെയിലി ബൂസ്റ്ററിന്റെ ഈ ഒരു സീരീസ് കാണുന്നെങ്കിൽ നിങ്ങൾ ഫ്രം ദ ബിഗിനിങ്, അതായത് നമ്മൾ 1 മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ട് തുടങ്ങണേ. എങ്കിലേ നമ്മൾ കാര്യം 1ാമത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മളത് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ എപ്പോഴും 1 മുതൽ കണ്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഇതിന് നമ്മുടെ ഇംഗ്ലീഷും മലയാളം മാത്സും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. നമ്മുടെ 1ാമത്തെ ഡെയിലി ബൂസ്റ്റർ ഡേ 1 മുതൽ കണ്ട് വരിക. പക്ഷിക്കൂട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷിക്കൂടിന്റെ പര്യായ പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് പക്ഷിക്കൂട്? നീടമാണ്, നീടമുണ്ട്. അതേപോലെ മറ്റൊന്നാണ് പഞ്ചരം. പഞ്ചരം എന്ന് പറയുന്നതും എന്താണ്? പക്ഷിക്കൂടാണ്. നെടിലം എന്താണ്? നെടിലം എന്ന് പറയുന്നത് നെറ്റിയാണ്. നെറ്റിയാണ് നെടിലം. നെടിലം, ലലാടം, മളികം എന്നൊക്കെ പറയുന്നത് നെറ്റിയാണ്. പഞ്ചരം എന്താണ്? പക്ഷിക്കൂടാണ്. നീടം എന്താണ്? പക്ഷിക്കൂടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാഗ്വാദം. വാക്ക് പ്ലസ് വാദത്തെ പറയുന്നത് വാഗ്വാദമാണ്. വാഗ്വാദം ഇതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. വാക്ക് പ്ലസ് വാദമാണ് വാഗ്വാദം. അമരം എന്ന പദത്തിന്റെ വിപരീതം. അമരം അണിയം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വള്ളം വരച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അമരമാണ് എങ്കിൽ ഇത് അണിയമാണ്. മുന്നിലും പുറകിലും അതിനെയാണ് അമരത്ത് അടിയത്ത് അല്ലെ. വള്ളത്തിന്റെ അമരക്കാരനാണ്. വള്ളത്തിന്റെ അമരവും അണിയവുമാണ്. നിരാമയം. നിരാമയം എന്താണ്? നിരാമയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്താണ് ഓപ്പോസിറ്റ്? ആമയം, നിരാമയം. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആമയം നിരാമയമാണ്. അതേപോലെ നമുക്ക് 1-2 കൂടി പഠിച്ചാലോ. നിമ്നം. നിമ്നം എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് ആണ് ഉന്നതം. നിമ്നത, ഉന്നതം, ഉന്നതം കേട്ടോ. അതേപോലെ ഉഗ്രം. ഉഗ്രം ഓപ്പോസിറ്റ് എന്താണ്? ശാന്തം. ഉഗ്രം ശാന്തമാണ്. ഊഷരം. ഊഷരഭൂമി എന്നൊക്കെ പറയും. ഊഷരം എന്താണ്? ഉർവരം. ഊഷരം ഉർവരമാണ്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്. അധികമായാൽ അമൃതും വിഷം. ഞെട്ടില്ല വട്ടയില്ല. അതൊരു കടങ്കഥയാണ് അല്ലെ. ഭഗീരഥ പ്രയത്നം അതൊരു ശൈലിയാണ്. മനസാ വാചാ കർമ്മണം അതും എന്താണ്? ശൈലിയായിട്ട് പറയുന്നതാണ്. ഇവിടെ എന്താണ്? അധികമായാൽ അമൃതും വിഷം. ഇതാണ് ഇവിടെ എന്താണ്? പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. താവഴിക്ക് എങ്ങനെയാണ് പറയേണ്ടത്? തായ് പ്ലസ് വഴിയാണ് താവഴി എന്ന് പറയുന്നത്. തായ് പ്ലസ് വഴി. താ പ്ലസ് വഴി അല്ല കേട്ടാ. താവ് ഇതുമല്ല. തായ് പ്ലസ് വഴിയാണ് താവഴി. അതേപോലെ സ്വാഗതം. സ്വാഗതം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? സു പ്ലസ് ആഗതമാണ് സ്വാഗതം എന്ന് പറയുന്നത്. സു പ്ലസ് ആഗതമാണ് സ്വാഗതം. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ്? പെങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഏകവചനമാണ്. ഒരാളെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അത് ഏകവചനമാണ്. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം നമുക്ക്. അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയി. പിന്നീട് എന്താണ് ചെയ്തത്? പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്നു. ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരത്താണ്? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നോർത്ത് സൗത്ത് ഒക്കെ വരച്ച് വെക്കാം അല്ലെ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അർജുൻ, ഇതാണ് അർജുൻ. തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. 25 കിലോമീറ്റർ പോയി.
അവിടെ നിന്ന് ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്ക് ആണെങ്കിൽ മുകളിലോട്ട്, ഇത് ഇടത്തോട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ നേരെ താഴോട്ടായിരിക്കും. അങ്ങോട്ട് എത്രയാണ്? 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്, കിഴക്കോട്ട് 40 കിലോമീറ്റർ നടന്നു. ഇവിടം വരെ 25 ബാക്കി ഇവിടെ എത്രയുണ്ട്? 15 കിലോമീറ്റർ ഉണ്ട് അല്ലെ. ഇനി എന്താണ്? ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക് ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്, ഇടത്തേക്ക് 15 കിലോമീറ്റർ പോയി. ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരത്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എത്രയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇത് 15 നമ്മൾ പറഞ്ഞു. അപ്പൊ എത്രയാണ്? 15 കിലോമീറ്റർ ആണ് തുടങ്ങിയിടത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള അകലം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 15 കിലോമീറ്റർ ആണ്. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. Z1A. ഇവിടെ നോക്കിക്കേ, ഇവിടെ X2D, V6G, T21J, R88M, P44-5P എന്നാ വന്നിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? P കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇവിടെ നോക്കിക്കേ, ലാസ്റ്റത്തതിൽ വ്യത്യാസം ഉണ്ടല്ലേ. ലാസ്റ്റ് ലെറ്ററിന് എല്ലായിടത്തും വ്യത്യാസമുണ്ട്. N ആണോ S ആണോ T ആണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് സെയിം ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ലെറ്റർ നോക്കാം. ലാസ്റ്റത്തെ ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ A എന്ന് പറയുന്നത് എത്രയാണ്? എയിൽ വരുന്നത് എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒന്നാമത്തെ നമ്പറാണ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ത് വരണം? 1 കഴിഞ്ഞു കഴിഞ്ഞാൽ ABCD നാലാമത്തെ നമ്പർ. ഇത് 1, ഇത് നാലാമത്തെ നമ്പറാണ്. G എന്ന് പറയുമ്പോൾ 7ാമത്തെ നമ്പറാണ്. J എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞ് പിന്നെ 10ാമത്തെ നമ്പറാണ് J. M എന്ന് പറയുന്നത് 13ാമത്തെ നമ്പറാണ്. P എന്ന് പറയുന്നത് 16ാമത്തെ നമ്പറാണ്. സോ നെക്സ്റ്റ് 3 കൂട്ടിയാണ്. നെക്സ്റ്റ് 19ാമത്തെ നമ്പർ. അപ്പൊ S ആണ് വരേണ്ടത്. അങ്ങനെ ഓർത്താൽ മതി. സോ S അവസാനം വരുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ ഇവിടെ. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. N2676. ഇവിടെ എന്തോ ഈ നടുക്കത്തെ നമ്പറിന്റെ എന്താണ് റിലേഷൻ എന്ന് പോലും നിങ്ങൾ നോക്കണ്ട. ഫസ്റ്റും ലാസ്റ്റും വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഇത് -2 കൂട്ടിയാണ് അല്ലെ. ഇവിടെ -2 ജസ്റ്റ് പുറകോട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ P കഴിഞ്ഞ് തൊട്ട് 2 നമ്പർ മുന്നെന്ന് പറയുമ്പോൾ എത്ര വരും അല്ലെ? NOP. -2 എന്ന് പറയുമ്പോൾ N ആണ്. N തുടങ്ങണം, S അവസാനിക്കണം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം എന്താണ്? നമുക്കറിയാം അതിവർഷം ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ലീപ്പ് ഇയർ ഒഴികെ എല്ലാ വർഷവും ജനുവരി 1 എന്താണ്? ഡിസംബർ 31 എന്താണ്? ഒരേ ദിവസമായിരിക്കും. ലീപ്പ് ഇയർ ആണെങ്കിൽ എന്താണ്? ജനുവരി 1 ഞായറാണെങ്കിൽ ഡിസംബർ 31 തിങ്കൾ. കാര്യം ഇടയ്ക്കൊരു ദിവസം കയറി വരുന്നുണ്ടല്ലോ, അപ്പൊ തൊട്ടടുത്ത ദിവസമായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ലീപ്പ് ഇയർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ജനുവരി 1 ഡിസംബർ 31 എന്ന് പറയുന്നത് ഒരേ ദിവസമാണ്. ഇപ്പൊ 2025 ആണെങ്കിൽ ഡിസംബർ 31 ബുധനാഴ്ചയായിരുന്നു. ഡിസംബർ 31 ബുധനാഴ്ചയാണ്. ജനുവരി 1 എന്ന് പറയുന്നതും ബുധനാഴ്ചയായിരുന്നു. അപ്പൊ ഒരേ ദിവസമാണ്. അപ്പൊ ആദ്യ ദിവസം എന്താണ്? ഞായറാണെങ്കിൽ അവസാന ദിവസവും എന്തായിരിക്കണം? ഞായറായിരിക്കണം. P ക്യൂവിന്റെ സഹോദരിയാണ്. ഇതാണ് നമ്മുടെ P, ഇതാണ് നമ്മുടെ Q. P എന്ന് പറയുന്നത് ക്യൂവിന്റെ സഹോദരിയാണ്. നമുക്ക് ഇങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുക്കാം. ഈ സ്റ്റാർ എന്ന് പറയുന്നത് പെണ്ണ്, ഗേൾ ആണെന്നുള്ളതും ട്രയാങ്കിൾ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്ലസ് മൈനസ് എന്തെങ്കിലും ഒരു റിലേഷൻ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ, ആണിനും പെണ്ണിനും കൊടുക്കാനായിട്ട്. നമുക്ക് അവസാനം കൺഫ്യൂഷൻ ആകരുത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ബോയ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? R എന്നത് ക്യൂവിന്റെ അമ്മയാണ്. ഇവിടെ R എന്ന് പറയുന്നത് ക്യൂവിന്റെ അമ്മയാണ്. അപ്പൊ ഇവിടെയും എന്താണ്? ഒരു പെണ്ണാണ്. S എന്നത് ആറിന്റെ പിതാവാണ്. ഇവിടെ S എന്ന് പറയുന്നത് ആറിന്റെ പിതാവാണ്, അല്ലെ. എസിന്റെ അമ്മയാണ് T. എസിന്റെ അമ്മ ആരാണ്? T ആണ്. ഇവിടെയും എന്താണ്? പെണ്ണാണ്. ഇനി Pയും Sഉം തമ്മിൽ റിലേഷൻ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഇത് സഹോദരങ്ങളാണ്. ഇത് എന്റെ അമ്മയാണ്, ഇത് അവരുടെ അച്ഛനാണ്. അപ്പൊ ആരായിരിക്കും ഇത്? എസും പിയും തമ്മിൽ ആരാണ്? ഇവരെ ഒന്നുകിൽ എന്താണ്? പിക്ക് എസുമായുള്ള ബന്ധമാണ്. പിക്ക് എസ് എന്ന് പറയുമ്പോൾ എസുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഇത് കൊച്ചുമകളായിരിക്കും കേട്ടോ, കൊച്ചുമകളായിരിക്കും. നെക്സ്റ്റ് നോക്കാം. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 53%, അതായത് നമുക്കറിയാം ലോസ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യമേ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യം 40 പേര് ഇംഗ്ലീഷിൽ തോറ്റു, 53% പേര് ഗണിതത്തിൽ തോറ്റു.
15% പേര് രണ്ടിലും തോറ്റിട്ടുണ്ട്. അപ്പൊ ഈ 15 എന്ന് പറയുന്നത് ഇവർ രണ്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ആ 15 നമ്മൾ കുറയ്ക്കണം. നമ്മൾ ശരിക്കും ഇത് വെൻ ഡയഗ്രാം വെച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ 43 വരും, ഇവിടെ 53, രണ്ടിലും കോമൺ ആയിട്ടുള്ള 15 പേരുണ്ട്, മൊത്തം 100 പേര്. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ യൂണിയൻ, നമ്മൾ സെറ്റ് തിയറിയൊക്കെ നമ്മളിപ്പോൾ +1 +2 സയൻസ് എടുത്തവർക്ക് അറിയാം. നമ്മൾ സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ +1 പഠിക്കുന്നുണ്ട് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ്. പക്ഷെ ഇവിടെ അത്രയൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ വിജയിച്ചവരുടെ കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്താൽ മതിയല്ല, മൊത്തം 100 ആണെങ്കിൽ. അപ്പോൾ എത്ര വരും, 40ഉം 53 എന്ന് പറയുമ്പോൾ 93. 93ൽ നിന്ന് 15 കുറക്കണം. 78% തോറ്റവര്. അപ്പൊ വിൻ ചെയ്തവർ എത്രയായിരിക്കും? ടോട്ടൽ എപ്പോഴും 100 ആണ്. 100ൽ നിന്ന് 78 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 22% ആണ് എന്ത് ചെയ്തത്, വിജയിച്ചവരുടെ ശതമാനം എന്ന് പറയുന്നത്. ചുവപ്പ് 12, നീല 20, വയലറ്റ് 42, മജന്തയുടെ കോഡ്. ഇത് ശരിക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇംഗ്ലീഷിൽ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ചുവപ്പ് എന്ന് പറയുമ്പോൾ റെഡ് 12. ഇവിടെ ഇതാണ് ഇത് പറയേണ്ടത്. ബ്ലൂ എന്ന് പറയുന്നത് 20. വയലറ്റ് എന്താണ്, 42 ആണെങ്കിൽ മജന്തയുടെ കോഡ് കറക്റ്റ് ഇംഗ്ലീഷ് കിടപ്പുണ്ട് ഇങ്ങനെ തന്നെ. റെഡ് എന്ന് പറയുന്നത് നോക്കി, 1 2 3 3 ഉണ്ട്. 3 × 4 12 ആണ്. 1 2 3 4 4 4 × 5 20 ആണ്. 1 2 3 4 5 6 6 നെക്സ്റ്റ് അടുത്ത നമ്പർ 7 ആണ്. 6 7 42 ആണ്. 1 2 3 4 5 6 7 തൊട്ടടുത്ത നമ്പർ 8 ആണ്. 8 × 7 എന്ന് പറയുന്നത് 56 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 6:40 ക്ലോക്കിൽ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് 30h - 11/2m ആണ് ഇക്വേഷൻ. 30 × ഇതിനെയാണ് നമ്മൾ h എന്നും ഇതാണ് നമ്മുടെ m. 30 × 6 - 11/2 × 40 എന്ന് വരും. ഇതിവിടെ കട്ടായി പോകും 20 തവണ അല്ലെ. 6 3 18 180 - 220 എന്ന് വരും. ഇതൊരു മോഡുലസ് ഉണ്ട് കേട്ടോ. മോഡുലസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്ത് വന്നാലും അത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 150ൽ നിന്ന് 220 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -40 ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ എന്ന് പറയുന്നത് മോഡുലസ് മാറ്റുമ്പോഴേക്കും 40 ഡിഗ്രി. ഓപ്ഷൻ എ 40 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ 30 മിനിറ്റിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2 മിനിറ്റ് കൂടുതൽ കാണിക്കും. അപ്പോൾ 1 മിനിറ്റിലാണെങ്കിലോ, ഇത് 30 മിനിറ്റ് അല്ലേ, 1 മിനിറ്റിലാണെങ്കിൽ 2/30 മിനിറ്റ് ആണ് കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതേ ദിവസം 10:20 എന്ന് പറയുമ്പോൾ 5 AM ശരിയായി വെച്ചിട്ട് 10:20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 മുതൽ 10 മണി വരെ 5 മണിക്കൂറും ഉണ്ട്, 20 മിനിറ്റും കൂടിയുണ്ട്. 20 മിനിറ്റ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയാണ്, അതിനെ മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ 5 × 60 + 20 6 5 30 300 + 20 320 മിനിറ്റ് ആണ് 5 മണി മുതൽ 10 AM വരെ 10:20 വരെയുള്ള സമയം എന്ന് പറയുന്നത്. 1 മിനിറ്റിൽ 2 മിനിറ്റ് 30 ആണ് വ്യത്യാസമെങ്കിൽ, 2/30 ആണ് വ്യത്യാസമെങ്കിൽ 320 മിനിറ്റിൽ എത്രയാണ് കൂടുതൽ കിട്ടുന്നത്? 2/30 × 320 ചെയ്താൽ മതി. 0 0 കട്ടായി പോയി. 32 × 2 എന്ന് പറയുമ്പോഴേക്കും എത്ര വരും? 64/3 എന്ന് പറയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വരുന്നത്, 21 വരും. ഏകദേശം 21. അപ്പൊ എന്ത് ചെയ്യണം, ഓൾറെഡി 10:20 ആയപ്പോൾ എത്രയാണ് കൂടുതൽ കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം, 21 മിനിറ്റോടെ കൂടുതൽ കാണിക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഈ 21 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ 21 കുറക്കുമ്പോൾ 9:59 എന്ന് വരും. ഇവിടെ 9:59 അടുത്ത് വരുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 10 മണി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ സംഖ്യകളിലെ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. ഇരട്ട സംഖ്യയാണ് പറഞ്ഞിരിക്കുന്നത്, 6 എണ്ണം ഉണ്ട് അല്ലേ. 6 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 എണ്ണം വേണ്ട, 6 എണ്ണം മതി. 6 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ശരാശരി 25 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നടുക്ക് വന്നിരിക്കുന്നത്, ഈ നമ്പറാണ് 25. ഓക്കെ. അപ്പൊ നമുക്കറിയാം തൊട്ടടുത്ത നമ്പർ ഇരട്ട സംഖ്യകളാണ് വേണ്ടത്. ഇവിടെ 26 ആയിരിക്കും, ഇവിടെ എത്രയായിരിക്കും 24, ഇവിടെ എത്രയായിരിക്കും 22 ആയിരിക്കും, ഇവിടെ 20 ആയിരിക്കും, ഇവിടെ 26, ഇവിടെ 28 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും. വലിയ സംഖ്യ കിട്ടി, ചെറിയ സംഖ്യ കിട്ടി, തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വേണം, വ്യത്യാസം കണ്ടുപിടിക്കാൻ 30 - 20 ചെയ്താൽ മതി അല്ലെ. ആൻസർ എത്രയാണ്? 10 ആണ്. ഓക്കെ, 10 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
ഇവിടെ ശരാശരി 25 എന്ന് പറയുന്നത് ഒറ്റസംഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ ഈ നടുക്കുള്ള സംഖ്യ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി. കൈകുലുക്കലുകളുടെ എണ്ണം എത്ര? അതായത് ഹസ്തദാനം ചെയ്തു. ഹസ്തദാനം, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ആണ് നമുക്കവിടെ വേണ്ടത്. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n മൈനസ് 1/2 ആണ് ഷെയ്ക്ക് ഹാൻഡ്സ്, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് വരേണ്ടത്? n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുമ്പോൾ 40 പേരാണ്. 40 ഇൻറ്റു 39 ഡിവൈഡ് ബൈ 2, ഇവിടെ കട്ടായി പോകും, 20 വരും. 20 ഇൻറ്റു 39 എന്ന് പറയുന്നത് 780 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 780 ഷെയ്ക്ക് ഹാൻഡുകൾ പരസ്പരം അവിടെ നടന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു. അംശബന്ധം 3:5 ആണ്. അംശബന്ധം എത്രയായിട്ട് മാറി? 5:7. ഇവിടത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. ഇവിടത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2x, ഈ 2x എന്ന് പറയുന്നത് 10 ആണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. x 5 ആണെങ്കിൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സംഖ്യകൾ എടുക്കുന്ന എപ്പോഴും 3x 5x അങ്ങനെയാണ് എടുക്കുന്നത്. 3 ഇൻറ്റു 5 15 ആണ് ഒന്നാമത്തെ സംഖ്യ. 5 ഇൻറ്റു 5 25 ആണ് രണ്ടാമത്തെ സംഖ്യ. 15 25 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 60 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കാൻ അദ്ദേഹം 210 പേരെ നിയമിച്ചത്. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തു? 12 ദിവസത്തെ ജോലി കഴിഞ്ഞു. നമുക്കിനി അതിന്റെ ആവശ്യമില്ല. 12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഇനി എത്ര ദിവസമുണ്ട്? 48 ദിവസവും ഉണ്ട്, 210 പേരുമുണ്ട്. ഇതായിരുന്നു കറക്റ്റ് വേണ്ടിയിരുന്നത്. അപ്പൊ 48 പേര് 210 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി അയാൾ എന്ത് ചെയ്തു? 210 കൂടി എത്രയോ 70 പേരെയും കൂടി അങ്ങ് കൂട്ടിയിട്ടു. അപ്പൊ D2 എത്രയാണ്? അല്ലെ, നമുക്കറിയാം ശരിക്കും 48 പേർക്ക് 210 ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കേണ്ടിരുന്നത്. അല്ല സോറി, 48 ദിവസം കൊണ്ട് 210 പേര് ചെയ്യേണ്ട ജോലിയായിരുന്നു. അവിടെ ജോലി ദിവസം കുറക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ആളെ കൂട്ടുന്നത്. അപ്പൊ ആൾക്കാർ അവിടെ കൂടി. ആദ്യം 210 പേരുണ്ടായിരുന്നു, പിന്നെ 70 പേരെയും കൂടി അവിടെ കൂട്ടിക്കൊടുത്തു. അപ്പോൾ എന്ത് വരും? 48 ഇൻറ്റു 210 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 280 വരും. വിച്ച് ഈസ് ഈക്വൽ ടു D2 എന്ന് വരും. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. 0 0 കൂടി കട്ടായി പോകും. ഇവിടെ 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 തവണ 7 3 21 7 4 28. ഇതും കൂടി കട്ടായി പോകും. 1 2 അല്ലെ. 12 ഇൻറ്റു 3 D2 എന്ന് പറയുന്നത് 12 ഇൻറ്റു 3 36. അപ്പൊ ഇനി 36 ദിവസം 48 ദിവസം കൊണ്ട് ചെയ്ത് തീരേണ്ട ജോലി ആയിരുന്നു. ഒരു 70 പേരെയും കൂടി കൂട്ടിച്ചേർത്തപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു? 36 ദിവസം കൊണ്ട് അയാൾ ആ ജോലി തീർത്തു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റതെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്ര? അല്ലെ, 2 കുതിരകളെ വിൽക്കുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാവാൻ പാടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിനെ ലാഭത്തിനും 1 നഷ്ടത്തിലായിരിക്കണം വിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ എന്ത് ചെയ്യുന്നത്? ലാഭത്തിൽ വിറ്റു. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? നഷ്ടത്തിലാണ് വിറ്റത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണേ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡൗട്ട് വരുവേ. കാര്യം മലയാളത്തിൽ വരുമ്പോഴേക്കും തെറ്റ് വന്നിട്ടുണ്ട്. എ മാൻ സെൽസ് 2 horses for 6000 rupees each എന്നാ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ കുതിരയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്? 6000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇവിടുത്തെ വായിച്ചു നോക്കുമ്പോൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. പക്ഷെ അത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കും ഓരോ കുതിരയ്ക്കുമാണ് എന്ത് ചെയ്യുന്നത്? 6000 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് നമുക്ക് എന്താണ്? ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം? മൊത്തത്തിൽ വാങ്ങിയ വിലയും മൊത്തത്തിൽ വിറ്റ വിലയും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എന്നാലല്ലേ നമുക്ക് ലാഭവും നഷ്ടവും ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറയേണ്ടത്? ഇവിടെ നോക്കിക്കേ, നമുക്ക് വാങ്ങിയ വിലയും എന്താണ്? വാങ്ങിയ വില അപ്പൊ എന്തായിരിക്കണം?
വിറ്റ വില നമുക്ക് മനസ്സിലായി. ഓരോന്നിനും 6000 രൂപ എന്ന് പറയുമ്പോൾ 2 × 6000 എത്ര വരും? 12000 രൂപയ്ക്കാണ് 2 കുതിരകളെയും വിറ്റത്. അപ്പൊ വാങ്ങിയ വിലയും എന്താകണം? 12000 രൂപയാകണം. അതിൽ ഓരോ കുതിരയുടെയും വില നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. എപ്പോഴാണല്ലോ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ 2 ഇതും വിറ്റിരിക്കുന്നത് 6000 രൂപയ്ക്കാണ്. ഇനി ഒന്നാമത്തെ കുതിരയുടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25% ലാഭത്തിലാണ് ആ കുതിരയെ വിറ്റിരിക്കുന്നത്. അതായത് 6000 രൂപയുടെ അല്ലെ, ഈ പറയുന്ന 6000 രൂപയുടെ 125% കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മതി. കണ്ടാ, തിരിച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതായത് ഏതോ ഒരു സംഖ്യയുടെ 125% 6000 രൂപ എന്ന് പറയുന്നത്, അല്ലെ, 20% ലാഭം. അപ്പൊ നമുക്ക് അതിന്റെ 100% വാങ്ങിയ വില കണ്ടുപിടിക്കാൻ 100% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അപ്പൊ 6000 × 100 / 125 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ ആൻസർ എത്ര വരും? 4800 ആണ് എന്ത് വരുന്നത്? ആദ്യ കുതിരയെ വാങ്ങിയ വില, ആദ്യ കുതിരയുടെ വാങ്ങിയ വില. അതായത് 4800 രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു? 6000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 25% ലാഭം കിട്ടി. ഇനി നെക്സ്റ്റ് കുതിരയുടെ വില നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വാങ്ങിയ വില കണ്ടുപിടിക്കണ്ടേ? മൊത്തം വില എത്രയാണ്? 12000 ആണ്. അപ്പൊ ഈ 12000-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ 4800 അങ്ങ് കുറച്ചാൽ മതി. 0 0 ഇവിടെ 2 വരും. ഇവിടെ 11, അല്ലെ, 11 4 കുറയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ 7 വരും. 7200 ആണ് രണ്ടാമത്തെ കുതിരയെ വാങ്ങിയത്. അത് വിറ്റത് എത്രയാണ്? 6000 രൂപയ്ക്കാണ്. രണ്ടും 6000 രൂപയ്ക്ക് തന്നെയാണ്. ഒന്ന് ലാഭവും ഒന്ന് നഷ്ടവും വന്നാലാണല്ലോ ഫൈനൽ വരുമ്പോഴേക്കും ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. ഇനി ഇത് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താണ്? 7200 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇവിടെ എത്രയാണ് നഷ്ടം? 1200 രൂപ, അല്ലേ? 1200 രൂപ നഷ്ടത്തിന് വിറ്റപ്പോൾ അതിന്റെ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0 0 ഒക്കെ കട്ടായി പോകും. ഇവിടെ എത്ര വരും? 1200-ഉം 72. ഇതിനെ കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്, ശരിക്കും ഇതിന് 1200-ഉം 7200-ഉം തമ്മിൽ കട്ട് ചെയ്താൽ മതി. 6 തവണ വരും. ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 6 തവണ വരും. ഈ 0 കിടക്കട്ടെ അവിടെ. അപ്പൊ 100/6 എന്ന് വരും. ഈ 100/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 2/3 ഉണ്ടോ? 100/6 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു തവണ ഇവിടെ 6 വരും, ഇവിടെ 40. 40 എന്ന് പറയുമ്പോൾ 6 6 36, ശിഷ്ടം 4 വരും. 4 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 16 4/6 എന്ന് വരും. അതായത് 16 ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ 2/3. 16 2/3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി. ഇത് വായിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 3000 ഇട്ട് ചെയ്യും. 2 3000 ആണെന്ന് പറയും. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓരോന്നുമാണ്, ഈച്ച് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോന്നിനുമാണ് എന്ത് ചെയ്യുന്നത്? 6000 രൂപയ്ക്ക് അവിടെ വിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. ആപ്പിൾ കൊണ്ടൊരു പെട്ടി നിറക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടുതൽ. പെട്ടിയിൽ വെക്കാവുന്ന പരമാവധി ആപ്പിൾ എത്ര? ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഇവിടെ ശരിക്കും നമുക്കിവിടെ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനാണ് എളുപ്പം. ഇവിടെ ആൻസർ വരുന്ന 73 ആണ്. നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കേണ്ടി വരും. അതായിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, സം എന്ന് പറയുന്നത് എന്താണ്? സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 × 2a + n - 1 × d ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 73/2 × 2 × a എന്ന് പറയുന്നത് ആദ്യ പദം, അല്ലെ? a എന്ന് പറയുന്നത് 5 ആണ്. പ്ലസ് n - 1 എന്ന് പറയുമ്പോൾ 72 × d എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ പൊതുവ്യത്യാസം 4 ആണ്. അവിടെ 73/2 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? അതിന് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, അല്ലെ? 73/2 × 2 × 5 10 ആണ്. 72 × 4 എന്ന് പറയുമ്പോൾ 288 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 73/2 × 298 വരും. ആൻസർ വരുന്നത് 10,877 ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ മാക്സിമം ഓപ്ഷൻ ചെയ്ത് നോക്കുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ നിങ്ങൾ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ചു മറിച്ചൊക്കെ വരുമ്പോഴേക്കും കുറേ സമയം പോകും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു സിലിണ്ടർ. എന്താ? ഒരു സിലിണ്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ഈ ബക്കറ്റിലെ മണ്ണ് താഴേക്ക് ഇട്ടപ്പോൾ എന്തായിട്ട് മാറി? ഒരു കോണായിട്ട് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണ് എങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര, അതായത് ബേസ് റേഡിയസ് ആണ് നമുക്കിത് ഇവിടുത്തെ ഈ റേഡിയസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വോളിയം ഓഫ് സിലിണ്ടർ, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം അല്ലേ. ഇവിടെ നമുക്കറിയാം ഇത് സർക്കിളാണ്, സർക്കിളിന്റെ വോളിയം എന്ന് പറയുന്ന പൈ ആർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്ന. അങ്ങനെ കുറേ എണ്ണം, കുറേ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴാണ് ഒരു സിലിണ്ടർ ആവുന്ന. എച്ച് സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ഇനി വോളിയം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു 3 ഇതിനെ നമുക്ക് ശരിക്കും ഇങ്ങനെയാണ് 3 തിരിച്ചാൽ മതി. വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വോളിയം ഈക്വൽ ആയിരിക്കുമല്ലോ, കാര്യം നമ്മൾ ഈ ബക്കറ്റിലുള്ള സാധനം തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് R1 H1 എന്ന് കൊടുക്കാവേ, തിരിഞ്ഞു പോകരുത്. 1/3 പൈ R2 സ്ക്വയർ H2 എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ഈ പൈ കട്ട് ചെയ്ത് കളയരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബേസ് റേഡിയസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇതിന്റെ ഈ ബേസിന്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്, ബേസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പൈ ആർ സ്ക്വയർ എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ പൈ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ആർ സ്ക്വയറിൽ നിന്ന് 6 കണ്ടുപിടിച്ച് വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതവിടെ നിർത്താം നമുക്ക്. അപ്പൊ പൈ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാം 22/7 ഇൻറ്റു ഇവിടുത്തെ R1 എത്രയാണ്? ഡയഗണൽ, അതായത് ഡയമീറ്റർ ആണ് 42 തന്നിരിക്കുന്നത്. അപ്പൊ റേഡിയസ് എത്രയാണ്? 41 അല്ല 21 ആണ്. അപ്പൊ 21 ഇൻറ്റു 21 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/3. H2 എന്ന് പറയുന്നത് ഹൈറ്റ് 21 ആണ്, ഇൻറ്റു പൈ R2 സ്ക്വയർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സോ പൈ R2 സ്ക്വയർ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 10. ഇനി ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് വരും? 3 മുകളിലോട്ട് പോകും, 21 എന്ത് ചെയ്യും? താഴോട്ട് വരും. ഈ 21ഉം 21ഉം കട്ടായി പോകും. ഇവിടെ 7ഉം 21ഉം കൂടി കട്ടാകുമ്പോൾ 3 തവണ 22 ഇൻറ്റു 9 ഇൻറ്റു 10 എന്ന് വരും. ആൻസർ എത്ര വരും? 22 ഇൻറ്റു 9 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 198 ഉണ്ടാ. അതായത് പൈ R2 സ്ക്വയർ എന്ന് പറയുന്നത് 1980 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത്, അതായത് പാദ വിസ്തീർണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 എക്സെട്ര അപ് ടു 1 - 1/2ന്റെ മൂല്യം എത്ര? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ നോക്കിക്കേ. ഇവിടെ എന്ത് വരും? 1 - 1/2 എന്ന് പറയുമ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 1/2 എന്ന് വരും ബ്രാക്കറ്റിൽ. നെക്സ്റ്റ് എന്ത് വരും? 3 - 1/3 എന്ന് വരും. നെക്സ്റ്റ് എന്ത് വരും? 4 - 1/4 എന്ന് വരും. അങ്ങനെ പോന്നിട്ട് ലാസ്റ്റ് എന്ത് വരും? 20 - 1/20 എന്ന് വരും. ഇവിടെ എത്രയാണ് ആൻസർ? 2 - 1/2 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 3 - 1 എന്ന് പറയുമ്പോൾ 2/3 ഇൻറ്റു 4 - 1 എന്ന് പറയുമ്പോൾ 3/4 ഇൻറ്റു നെക്സ്റ്റ് എന്തായിരിക്കും വരേണ്ടത്? 4/5. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് വരേണ്ടത് 19/20 ആണ്. തൊട്ട് മുമ്പ് ഇവിടെ ഒരു 19 ഉണ്ടാകും അല്ലെ? 19. ഇവിടെ ഇതെല്ലാം അങ്ങ് കട്ടായി പോകും, എല്ലാ ടേമും അങ്ങ് കട്ടായി പോകും. ബാക്കി ഇവിടെ വരുന്നത് ഈ 1ഉം ബാക്കി വരും, ഈ 20ഉം ബാക്കി വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/20. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 9 raised to x minus x plus 3 raised to x minus 90 equal to 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര? ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. എളുപ്പം എന്ന് പറയുന്നത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം ഏതായിരിക്കും? ഇവിടെ ഇതായിരിക്കും അല്ലേ എളുപ്പം എന്ന് പറയുന്നത്. 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 9ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ മൈനസ് 90 നോക്കുക. 9ന്റെ സ്ക്വയർ 81 പ്ലസ് 3ന്റെ സ്ക്വയർ 9 മൈനസ് 90. 81ഉം 9ഉം 90. 90 മൈനസ് 90 0 കിട്ടി. ശരിയാണ്, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2 ആണ്. ഈ 2 ഇട്ട് കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, നമുക്ക് 9ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? 9ന്റെ ക്യൂബ് ചെയ്യുക. 9 ക്യൂബ് പ്ലസ് 3 ക്യൂബ് മൈനസ് 90 നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% പലിശ നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ
കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. 2 വർഷത്തേക്കാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് PR²/100² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ പാസ്കൽ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ ഓരോന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ എക്സ് നമുക്ക് എന്താ, പി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പി ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു 100² എന്ന് പറയുന്ന ഇക്വേഷൻ വരും. എക്സ് എന്ന് പറയുന്നത് 25 വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. 100 ഇൻറ്റു 100 ഡിവൈഡ് ബൈ R² എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10 കട്ടായി പോകും. 25 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2500 രൂപയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഓരോന്നും വെച്ച് ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കിക്കേ, ആദ്യം നമുക്കിപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞുകൊണ്ട് 2500 വെച്ച് കാണിച്ചു തരാം. ഇവിടെ 2500 വരും. ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? ഇതിന്റെ 10% അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. രണ്ടാമത്തേൽ ഇതിന്റെ 10% കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എത്ര വരും? 280. ഇനി ഇവിടെ എന്താ, ഇതിന്റെ 10%, അതായത് 25. എല്ലാം കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 2500. ഇവിടെ എന്ത് വരും? 500, 25. ഇതാണ് മൊത്തം പലിശ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന എന്താണ്? സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൂട്ടുപലിശയുടെ പലിശ എത്രയെന്ന് കിട്ടും. ഇത് മാത്രമാണെങ്കിൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഈ 25 എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ 2500 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്തത് 60 - 10 എന്നാൽ 600 ആണ് എങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ ഇൻറ്റു വന്നാലാണല്ലോ 60 × 10 600 വരുവുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെയായിരിക്കും? അതായത് മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. 12 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 16 ആണ്. 12 4 കൂടി കൂട്ടുമ്പോഴാണ് 16 കിട്ടേണ്ടത്. അതായത് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ആണ്. നെക്സ്റ്റ് എന്താണ് നോക്കിക്കേ, 6 × 3 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ 3 കിട്ടുന്നത്. അതായത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. നെക്സ്റ്റ് 10 + 2 എന്ന് പറയുന്നത് 5 ആണ്. 10നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. അതായത് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് 100 - 10 × 1000 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 100 × 10. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യരുത്, ഓരോന്നും ചേഞ്ച് ചെയ്യണം. 100 മൈനസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 10. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1000. ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? പ്ലസ് 1000 അല്ലേ? നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഷൻ ഡിവൈഡ് ബൈ 100. ഇവിടെ ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഇൻറ്റു ആണെങ്കിൽ മൈനസ് ആണ്. സോ -10 വേണം. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതുമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 100 × 10 എന്ന് പറയുന്നത് 1000 ആണ്. 1000 - 1000 എന്ന് വരും. പ്ലസ് 1000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വരും. -10. 1000ൽ നിന്ന് 1000 പോയാൽ 0, 10ൽ നിന്ന് 10 പോയാൽ 0. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 0 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറച്ചധികം സമയം എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്